ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് ടർബോ ചാർജ്. എന്താണ് ടർബോ ചാർജ്, എന്ത് യൂസേജ് ആണ് അതുകൊണ്ടുള്ളത്, ഇതിൻ്റെ പ്രവർത്തനം എന്താണ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തു. ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും നല്ലൊരു കമൻറ്റ്സ് ഇട്ടിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ടർബോ ചാർജ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ടർബോ ചാർജ് എല്ലാവർക്കും അറിയാം. ടർബോ ചാർജ് ഉള്ള വാഹനങ്ങൾക്ക് ഇത്തിരി പവർ കൂടുതലായിരിക്കും, മൈലേജ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് ടർബോ ചാർജിങ് വർക്ക് ചെയ്യുക? നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, എഞ്ചിനിലേക്ക് എയർ ആവശ്യമാണ്. എഞ്ചിൻ വർക്ക് ചെയ്യണമെങ്കിൽ എയറിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ എഞ്ചിനിലേക്കുള്ള എയറിനെ കൂടുതൽ എയറായിട്ട് എഞ്ചിനിലേക്ക് എത്തിക്കുക എന്നതാണ് ടർബോ ചാർജറിൻ്റെ പ്രവർത്തനം. എഞ്ചിനിലേക്ക് കൂടുതൽ പവർ എത്തിക്കുന്നു. എങ്ങനെ എത്തിക്കുന്നു? സൈലൻസറിൽ കൂടെ പുറന്തള്ളപ്പെടുന്ന എക്സോസ്റ്റ് ഗ്യാസ് വഴിയാണ് ഓരോ ടർബോയിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതായത് പുറത്ത് തള്ളപ്പെടുന്ന എക്സോസ്റ്റ് ഗ്യാസ് ഒരു ടർബോയിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് അതിൻ്റെ എതിർ ദിശയിൽ ഒരു കംപ്രഷൻ വീലിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് പുറത്തുള്ള അറ്റ്മോസ്ഫിയർ എയറിനെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് കംപ്രസ് ചെയ്ത് എത്തിക്കുക എന്നതാണ് ഒരു ടർബോയിൻ്റെ വർക്കിംഗ്. അപ്പോൾ കംപ്രസ് ചെയ്ത എയർ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ അത് ഡീസൽ എഞ്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്ര എയർ എഞ്ചിനിലേക്ക് കിട്ടുന്നുവോ അത്രയ്ക്കും പവർ ആ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ ടർബോ എഞ്ചിനുകൾക്ക് മോർ പവർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവും ഉണ്ടാകുന്നു. ടർബോയിൽ നിന്നും പുറപ്പെടുന്ന എയറിന് ചൂട് കൂടുതലായിരിക്കും, കംപ്രസ് ചെയ്ത എയർ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതെന്തായാലും ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ചൂട് കൂടുതലുള്ള എയർ എഞ്ചിനിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എഫിഷ്യൻസി നമുക്ക് കിട്ടില്ല. അതിൻ്റെ ഡെൻസിറ്റിയിലും വോളിയത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നല്ല എയർ, അതായത് നമ്മൾ കൂൾ ചെയ്തിട്ട് അതിനെ നോർമൽ ടെമ്പറേച്ചറാക്കി എഞ്ചിനിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഐറ്റമാണ് ഇൻ്റർകൂളർ എന്ന് പറയുന്നത്. അതായത് ടർബോയിൽ നിന്ന് പുറപ്പെടുന്ന എയറിനെ കൂൾ ചെയ്ത് എഞ്ചിനിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന പ്രവർത്തനമാണ് ഇൻ്റർകൂളർ ചെയ്യുന്നത്. പിന്നെ എല്ലാവരും ഡൗട്ടുണ്ട്, ടർബോ വാഹനങ്ങൾ എല്ലാ സമയത്തും ടർബോ വർക്ക് ചെയ്യുമോ, എല്ലാ സമയത്തും ടർബോ വർക്ക് ചെയ്യില്ല എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടും കാര്യങ്ങളും. നമ്മൾ ടർബോ എല്ലാ സമയത്തും ടർബോ ഇൻ റൊട്ടേഷൻ ആയിരിക്കും. കാരണം നമ്മൾ എക്സോസ്റ്റ് ഗ്യാസ് എല്ലാ സമയത്തും എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യണം, എല്ലാ സമയത്തും എക്സോസ്റ്റ് ഗ്യാസ് പുറന്തള്ളുന്നുണ്ട്. അപ്പോൾ ഈ എക്സോസ്റ്റ് ഗ്യാസ് പുറന്തള്ളുന്ന വഴി എങ്ങനെ വന്നാലും ടർബോൻ്റെ വീല് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. കംപ്രസർ വീലും നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ എക്സോസ്റ്റ് ഗ്യാസ് എപ്പോഴൊക്കെ പുറന്തള്ളണം അപ്പോഴൊക്കെ ടർബോ വർക്ക് ആയിരിക്കും. എന്നാൽ നമ്മൾ എത്ര ആക്സിലറേഷൻ കൊടുക്കുന്നു, എത്ര സ്പീഡിലാണ് എക്സോസ്റ്റ് ഗ്യാസ് പുറത്തേക്ക് തള്ളണത്, ആ സ്പീഡിലായിരിക്കും ഓരോ ടർബോയിനും വർക്ക് ചെയ്യുക. അപ്പോൾ എത്ര സ്പീഡിലാണ് വർക്ക് ചെയ്യുക, എത്ര ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യണോ അപ്പോഴാണ് നമ്മൾക്ക് മോർ പവർ എൻജിനിലേക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മളൊരു നോർമൽ ഐഡൽ സ്പീഡിൽ എൻജിൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടർബോയും വർക്ക് ചെയ്യും, പക്ഷേ അതിൻ്റെ കംപ്രഷൻ വീല് നോർമൽ സ്പീഡിലായിരിക്കും വർക്ക് ചെയ്യുക. ടർബോയിന് നോർമൽ സ്പീഡിലായിരിക്കും, കംപ്രഷൻ വീല് നോർമൽ സ്പീഡിലായിരിക്കും. അപ്പോൾ അത്രയ്ക്ക് എയറിനെ നമുക്ക് എഞ്ചിനിലേക്ക് എത്തിക്കാൻ പറ്റില്ല. നമ്മൾ എത്ര ആക്സിലറേഷൻ കൊടുക്കുന്നു അത്ര സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് എഞ്ചിനിലേക്ക് മോർ പവർ മോർ എയർ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഞാനിത് ടർബോ ചാർജറിനെ ജസ്റ്റ് എക്സ്പ്ലനേഷൻ ചെയ്തെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഞാൻ ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.